ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം പിറക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെ പറഞ്ഞുകൊണ്ടാണ്. ഇനിയൊരു വചനമുണ്ട്. എലിസബത്ത് സക്കറിയ ദമ്പതികളെക്കുറിച്ചാണ് ഈ വചനം. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളിൽ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? അവർ പ്രായം കവിഞ്ഞവരായിരുന്നു. എലിസബത്ത് വന്ധ്യയായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. സ്നേഹമുള്ളവരെ, സ്വാഭാവികമായി മനുഷ്യ പ്രവണതയാണ് നെഗറ്റീവിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈ എലിസബത്ത് സക്കറിയ ദമ്പതികളിൽ ഈ നെഗറ്റീവ് കാര്യങ്ങളുണ്ട് എന്ന് മനുഷ്യൻ പറയുന്ന കുറവുകളുണ്ട്. മക്കളില്ല, ഒരുപക്ഷെ വന്ധ്യതയുണ്ട്, പ്രായം അതിക്രമിച്ചു. ഇങ്ങനെയുള്ള പോരായ്മകൾ പറയുമ്പോൾ പോലും നമ്മുടെയൊക്കെ ശ്രദ്ധ വയ്ക്കേണ്ട പോസിറ്റീവായ കാര്യം എന്താണെന്നറിയാമോ? അവർ ദൈവ തിരുമുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു. കുറ്റമറ്റ വിധം ജീവിച്ച വ്യക്തികളായിരുന്നു അവർ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കാണാം. ഒരുപക്ഷെ എണ്ണി നോക്കുമ്പോൾ കുറവുകളായിരിക്കാം കൂടുതൽ. പക്ഷേ നമ്മളെ ദൈവത്തിന് മുമ്പിൽ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നത് ഈ 1-2 ചെറിയ കാര്യങ്ങളായിരിക്കാം. മനുഷ്യർ നോക്കുന്ന ഈ ചെറിയ കാര്യങ്ങളായിരിക്കും ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ടതും നിന്നെ പ്രിയങ്കരനുമാക്കി മാറ്റുക. അവർ ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റവരായിരുന്നു. രഹസ്യവും പരസ്യവുമായ ജീവിതം തൂക്കി നോക്കിയാൽ ആ ദമ്പതികളുടെ ജീവിതത്തിൽ കളങ്കമില്ലായിരുന്നു. നന്മയുടെ ഭണ്ഡാരമായിരുന്നു അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിൽ എപ്പോഴും കൃപ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറവുകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴും സ്നേഹമുള്ളവരെ, ഈ കൃപയുടെ അളവ് വർദ്ധിപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രായം കവിഞ്ഞവരുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് ലോകം പറഞ്ഞ ഈ ജീവിതത്തിൽ വ്യത്യാസം വരുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ കൃപ നിറയുകയും അവർക്ക് കുഞ്ഞ് ലഭിക്കുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ളതാണ് പ്രത്യേകത. ഒരുപക്ഷെ ചില നെഗറ്റീവുകൾ ഇങ്ങനെ ജീവിതത്തിൽ ഹൈലൈറ്റ് ചെയ്ത് ഈ പോസിറ്റീവ്നെസ് നമ്മൾ കുറച്ച് കളയരുത്. കാലതാമസം വന്നെന്ന് വരാം, പക്ഷേ സ്വർഗം ഇടപെട്ടുകൊള്ളും. കാരണം നീ സ്വർഗത്തിന് വേണ്ടി നിന്ന ജീവിതമാണെങ്കിൽ സ്വർഗം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുമെന്നതിൻ്റെ സുവിശേഷ അടിവരയാണ് എലിസബത്ത് സക്കറിയ ദമ്പതികളുടെ ജീവിതം. ആമേൻ.